കഥ തുടരുകയാണ്. പുത്രദർശനോത്സുകനായ മഹാരാജാവ് ശംഖം, ദുന്ദുഭി, വേണു തുടങ്ങിയ വാദ്യവിശേഷങ്ങളോടും വേദോച്ചാരണ ശബ്ദഘോഷത്തോടും കൂടി രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടു. സന്തോഷകരമായ ഒരു കാര്യം അനുഭവിക്കുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ മംഗളധ്വനികളുടെ അകമ്പടിയോടുകൂടിയാണ് പുറപ്പാട്. രാജപത്നിമാരായ സുനീതിയും സുരുചിയും സ്വർണാഭരണ വിഭൂഷിതരായി പുത്രനായ ഉത്തമനോടൊപ്പം ഒരേ പല്ലക്കിൽ കയറിയിരുന്ന് ധ്രുവനെ സ്വീകരിക്കാൻ പോകുന്ന രാജാവിനെ അനുഗമിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, സുരുചിയും ഉത്തമനും, അതായത് സുരുചിയുടെ പുത്രനും കൂടെ അനുഗമിച്ചു. ചെയ്ത തെറ്റ് ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. പലപ്പോഴും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവം ഉണ്ടാക്കുന്ന ഒരാൾ ഉണ്ടാവുകയില്ല. അതായത് സംഭവങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് അത് ഞാൻ കാരണമാണ് ഉണ്ടായത്, അവർ കാരണമാണ് ഉണ്ടായത് എന്ന ഒരു തീരുമാനം ഉണ്ടാകുന്നത്. സംഭവങ്ങൾ ഉണ്ടാവുക മാത്രമാണ് ചെയ്യുന്നത്. ആ സംഭവങ്ങളെല്ലാം ഈശ്വരൻ്റെ കയ്യൊപ്പോടു കൂടിയതാണ്. സുരുചി അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ധ്രുവന് ഈ വിശേഷ അനുഭവങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് സുരുചി ചെയ്തത് ശരിയോ തെറ്റോ എന്ന ചോദ്യം പ്രസക്തമല്ല. കാരണം അത് സംഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സംഭവങ്ങളുടെ ഒരു ശൃംഖലയാണ് ജീവിതം. ഞാൻ സംഭവിപ്പിക്കുന്നതല്ല എൻ്റെ ജീവിതം. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാനില്ല. ഞാൻ പിന്നീട് വരുന്ന ഒരു കാഴ്ചക്കാരൻ മാത്രമാണ്. പിന്നീട് ആ കാഴ്ചക്കാരൻ എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വയം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സുരുചിയും ഉത്തമനും ഇതോടൊപ്പം കയറി എന്ന് പറയുന്നതിലൂടെ ഇത് മനസ്സിലാക്കണം എന്ന് വ്യാസഭഗവാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. സുരുചിക്കും ഉത്തമനും അങ്ങനെ അന്ന് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിക്കാണണം. പക്ഷേ അന്ന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം തോന്നിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അവർ തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടാകണം അത് ഞങ്ങളിലൂടെ സംഭവിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന്. രാജപത്നിമാരായ സുനീതിയും സുരുചിയും സ്വർണാഭരണ വിഭൂഷിതരായി. അതിൽ സുരുചിയും സ്വർണാഭരണ വിഭൂഷിതയായി. സന്തോഷത്തോടു കൂടി തന്നെയാണ്. ഇതൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചല്ല അങ്ങനെ ചെയ്തത്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചു. അപ്പം മകൻ തിരിച്ചു വന്നതിൽ സന്തോഷം രണ്ടമ്മമാർക്കും ഒരേപോലെ തന്നെയാണ് ഉള്ളത്. സുനീതിയും സുരുചിയും സ്വർണാഭരണ വിഭൂഷിതരായി പുത്രനായ ഉത്തമനോടൊപ്പം ഒരേ പല്ലക്കിൽ കയറിയിരുന്ന് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുനീതിയും സുരുചിയും പുത്രനായ ഉത്തമനോടൊപ്പം ഒരേ പല്ലക്കിൽ കയറിയിരുന്ന്. അപ്പോൾ സുരുചിയും സുനീതിയും തമ്മിലും യാതൊരു വിധത്തിലുള്ള ക്ലാഷുമില്ല. എന്നാലും എൻ്റെ സുരുചി, നീ അന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ എൻ്റെ മോൻ ഇപ്പം എന്നെയും വിട്ട് കാട്ടിലേക്ക് പോയത് എന്ന് സുനീതിയുടെ മനസ്സിലുമില്ല, സുരുചിയുടെ മനസ്സിലുമില്ല. സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സംഭവിപ്പിക്കുന്നവർ പിന്നീട് വരുന്നവർ മാത്രമാണ്. സുനീതിയും സുരുചിയും സ്വർണാഭരണ വിഭൂഷിതരായി പുത്രനായ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളായിരുന്നു ഈ കഥയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രമെങ്കിൽ, സുനീതിയെങ്കിൽ നമ്മൾ എന്താ പറയുക, സുരുചി എൻ്റെ മോനാ തിരിച്ചു വരുന്നത്, അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക്, നീ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്, അതുകൊണ്ട് നീ എന്തിനാ ഈ സ്വർണ്ണാഭരണം ഒക്കെ ധരിച്ചു വരുന്നത്, ആരെ കാണാനാ വരുന്നത്, നീ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. നമ്മളെപ്പോഴും പാസ്റ്റിൽ ജീവിക്കുന്നവരാണ്. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളെ അയവിറക്കി വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഭൂതകാലത്തിൻ്റെ ഓർമ്മകളുടെ പിടികളിൽ നിന്നുള്ള വിടുതൽ, മുക്തി നമുക്കില്ല. നമ്മളുടെ പ്രവർത്തികളെ, ആനുകാലികമായ സർവപ്രവർത്തികളെയും
പൂർവകാലമാണ് നിശ്ചയിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. കഴിഞ്ഞത് കഴിഞ്ഞു, സംഭവിച്ചത് സംഭവിച്ചു, മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ ക്ഷമയുണ്ട്, സാഹോദര്യമുണ്ട്, സ്നേഹമുണ്ട്. രാജപത്നിമാരായ സുനീതിയും സുരുചിയും സ്വർണ്ണാഭരണ വിഭൂഷിതരായി പുത്രനായ ഉത്തമനോടൊപ്പം ഒരേ പല്ലക്കിൽ കയറിയിരുന്നു ധ്രുവനെ സ്വീകരിക്കാൻ പോകുന്ന രാജാവിനെ അനുഗമിച്ചു. രാജധാനിക്ക് വെളിയിലുള്ള ഉപവനം വരെ എത്തിയപ്പോഴേക്കും കൊട്ടാരത്തിലേക്ക് വരുന്ന പുത്രനെ കണ്ടു. രാജധാനിക്ക് വെളിയിലുള്ള ഉപവനം വരെ എത്തിയപ്പോഴേക്കും കൊട്ടാരത്തിലേക്ക് വരുന്ന പുത്രനെ കണ്ടു. സ്നേഹപാരവശ്യത്തോടെ രഥത്തിൽ നിന്നിറങ്ങിയ മഹാരാജാവ് പുത്രൻ്റെ സമീപത്തെത്തി. ഏറെക്കാലമായി മനസ്സിനെ അലട്ടിയിരുന്ന ഉത്കണ്ഠ ദീർഘനിശ്വാസത്തിൻ്റെ രൂപത്തിൽ വെളിയിൽ വന്നു. ഭഗവാൻ ശ്രീഹരിയുടെ പാദസ്പർശത്താൽ സകല പാപങ്ങളുടെയും ബന്ധനത്തിൽ നിന്ന് വിടുതൽ നേടിയ തൻ്റെ പ്രിയപുത്രനെ ഇരു കൈകൾ കൊണ്ടും ഗാഢമായി ആലിംഗനം ചെയ്തു. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചതിലുള്ള സന്തോഷാതിരേകത്താൽ അദ്ദേഹം പുത്രൻ്റെ മൂർധാവിൽ വീണ്ടും വീണ്ടും മണപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചുംബിച്ചു. ആനന്ദാശ്രുക്കളാൽ അവനെ കുളിപ്പിക്കുകയും ചെയ്തു. അപ്പം മകനെ ഒരച്ഛൻ കാണുമ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം, മകൻ മരിച്ചുപോയി എന്ന് ധരിച്ചിരുന്നതിന് ശേഷം മകൻ തിരിച്ചു വരുമ്പോൾ ഒരു അച്ഛനുണ്ടാകുന്ന സന്തോഷത്തെ വളരെ മനോഹരമായി വ്യാസഭഗവാൻ വർണ്ണിക്കുകയാണ്. രാജധാനിക്ക് വെളിയിലുള്ള ഉപവനം വരെ എത്തിയപ്പോഴേക്കും കൊട്ടാരത്തിലേക്ക് വരുന്ന പുത്രനെ കണ്ടു. സ്നേഹപാരവശ്യത്തോടെ രഥത്തിൽ നിന്നിറങ്ങിയ മഹാരാജാവ് പുത്രൻ്റെ സമീപത്തെത്തി. ഏറെക്കാലമായി മനസ്സിനെ അലട്ടിയിരുന്ന ഉത്കണ്ഠ ദീർഘനിശ്വാസത്തിൻ്റെ രൂപത്തിൽ വെളിയിൽ വന്നു. അപ്പം ഈ ഉത്കണ്ഠ ഇല്ലാണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളൊരു വഴിയും വ്യാസഭഗവാൻ ഇവിടെ പറഞ്ഞു തരികയാണ്. ദീർഘനിശ്വാസത്തിൽ ഉത്കണ്ഠകൾ ഇല്ലാണ്ടാകും, ടെൻഷൻസ് ഇല്ലാണ്ടാവും, ആങ്സൈറ്റി കുറയും. അതൊരു യോഗ രീതിയും കൂടിയാണ്. മൂക്കിലൂടെ കഴിയുന്നത്ര ശ്വാസം പതുക്കെ അകത്തേക്ക് എടുക്കുക. എന്നിട്ട് ചുണ്ടുകൾക്കിടയിലൂടെ ആ ശ്വാസത്തെ പതുക്കെ പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുക. വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യാം, അകത്ത് വയ്ക്കാം. എന്നിട്ട് വിടർത്തിയ ചുണ്ടുകൾക്കിടയിലൂടെ വായിലൂടെ ശ്വാസത്തെ പുറത്തേക്ക് വിടുക. പതുക്കെ എടുക്കുക, ഒരു സെക്കൻഡ് ഒന്ന് പിടിച്ചു വയ്ക്കുക, പതുക്കെ പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു 3, 4, 5 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ടെൻസ്ഡ് ആണെങ്കിൽ റിലാക്സ്ഡ് ആവും. അപ്പോൾ ഏറെക്കാലമായി മനസ്സിനെ അലട്ടിയിരുന്ന ഉത്കണ്ഠ ദീർഘനിശ്വാസത്തിൻ്റെ രൂപത്തിൽ വെളിയിൽ വന്നു. ഭഗവാൻ ശ്രീഹരിയുടെ പാദസ്പർശത്താൽ സകല പാപങ്ങളുടെയും ബന്ധനത്തിൽ നിന്ന് വിടുതൽ നേടിയ തൻ്റെ പ്രിയപുത്രനെ ഇരു കൈകൾ കൊണ്ടും ഗാഢമായി ആലിംഗനം ചെയ്തു. ഈ ഭഗവാനെ ഉപാസിക്കാൻ പോയതാണെന്നും ഒക്കെ നാരദർ പറഞ്ഞിട്ടുള്ള അറിവുണ്ട്. അപ്പം തിരിച്ചു മകൻ വരുന്നു എങ്കിൽ പോയ കാര്യം നിറവേറ്റിയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഭഗവാന്റെ പാദസ്പർശം ഏറ്റിട്ടുണ്ടാകും. ഭഗവാന്റെ പാദസ്പർശം ഏറ്റിട്ടുണ്ട് എങ്കിൽ സകല പാപങ്ങളും ഇല്ലാതെയായിട്ടുണ്ടാകും. അങ്ങനെ ഭഗവാന്റെ പാദസ്പർശത്താൽ സകല പാപങ്ങളുടെയും ബന്ധനത്തിൽ നിന്ന് വിടുതൽ നേടിയ തൻ്റെ പ്രിയപുത്രനെ ഇരു കൈകൾ കൊണ്ടും ഗാഢമായി ആലിംഗനം ചെയ്തു. മടിയിൽ കയറിയിരിക്കുന്നതിൽ നിന്ന് ഇറക്കി വിട്ട അച്ഛനാണ് ഈ ചെയ്യുന്നത്. ഇരു കൈകളാലും ആലിംഗനം ചെയ്തു. തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചതിലുള്ള സന്തോഷാതിരേകത്താൽ അദ്ദേഹം മകൻ്റെ മൂർധാവിൽ വീണ്ടും വീണ്ടും മണപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചുംബിച്ചു, നിശ്വസിച്ചു എന്നർത്ഥം. ആനന്ദാശ്രുക്കളാൽ അവനെ കുളിപ്പിക്കുകയും ചെയ്തു. ധ്രുവൻ പിതാവിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ആശീർവാദത്തോടെയും പ്രശ്നത്തോടെയും പിതാവ് പുത്രനെ സ്വീകരിച്ചു. ധ്രുവകുമാരൻ പിന്നീട് അമ്മമാർ രണ്ടുപേരെയും വണങ്ങി. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നോടുള്ള വിദ്വേഷവും മത്സരബുദ്ധിയും വെടിഞ്ഞവനും
തൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കിടക്കുന്നവനുമായ ബാലനെ സുരുചി പ്രേമപുരസരം പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. ബാഷ്പധാരയിൽ ഗദ്ഗദകണ്ഠയായ അവൾ ദീർഘായുഷ്മാനായി ഭവിച്ചാലും എന്ന് ആശീർവദിച്ചു. അതായത് അച്ഛനെ നമസ്കരിച്ചു. അപ്പം ഈ സ്നേഹാതിരേകം ഏറ്റുവാങ്ങിയപ്പോഴും താൻ ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ധ്രുവൻ മറന്നില്ല. ഭാരതീയ സംസ്കൃതി അനുസരിച്ച് കുറേ നാളുകൾക്ക് ശേഷം മുതിർന്നവരെ കണ്ടാൽ പാദം തൊട്ട് വണങ്ങണം. അത് എളിമയുടെ ലക്ഷണമാണ്. അത് അഹങ്കാര രാഹിത്യത്തിൻ്റെ ലക്ഷണവുമാണ്. അങ്ങയിൽ നിന്ന് അറിയേണ്ടതായിട്ട് ഇനിയും എനിക്ക് ധാരാളമുണ്ട് എന്ന ഒരു ആശയം വ്യക്തമാക്കുകയും കൂടിയാണ് ഈ പാദ നമസ്കാരത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ധ്രുവൻ ഈ സന്തോഷാതിരേകം മുഴുവൻ വാങ്ങി അതിൽ മതിമറന്നില്ല. താൻ ചെയ്യേണ്ടത് മറക്കാതെ അദ്ദേഹം ചെയ്യുകയാണ്. അച്ഛൻ്റെ കാൽക്കൽ വീണു. ധ്രുവകുമാരൻ അച്ഛൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ ആശീർവദിക്കും. അങ്ങനെ ആശീർവാദത്തോടെയും കുശലപ്രശ്നത്തോടെയും പിതാവ് പുത്രനെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അച്ഛനെ നമസ്കരിച്ചതിന് ശേഷം ധ്രുവൻ പിന്നീട് അമ്മമാർ രണ്ടുപേരെയും വണങ്ങി. ഒരാളെ മാത്രമല്ല, തൻ്റെ അമ്മയെ മാത്രമല്ല വണങ്ങിയത്, രണ്ടുപേരെയും വണങ്ങി. അപ്പോൾ ഇവിടെയൊക്കെ വ്യാസഭഗവാൻ പറയാതെ പറയുന്നത് ധ്രുവൻ വർത്തമാന കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് വർത്തമാനകാലത്തിൽ ജീവിക്കുകയല്ല ചെയ്യുന്നത്. ഭൂതഭാവികളുടെ പിടിയിൽപ്പെടാത്ത ശുദ്ധ വർത്തമാനകാലത്തിലാണ് അദ്ദേഹം വർത്തിക്കുന്നത് എന്ന് വ്യാസഭഗവാൻ വെളിപ്പെടുത്തുക കൂടിയാണ് ഈ ഭാഗത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ധ്രുവകുമാരൻ പിന്നീട് അമ്മമാർ രണ്ടുപേരെയും വണങ്ങി. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നോടുള്ള വിദ്വേഷവും മത്സരബുദ്ധിയും വെടിഞ്ഞവനും തൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കിടക്കുന്നവനും. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നോടുള്ള വിദ്വേഷവും മത്സരബുദ്ധിയും വെടിഞ്ഞവൻ. അപ്പം വിദ്വേഷവും മത്സരബുദ്ധിയും ഒക്കെ ഇല്ലാതെയാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നാണ് പറയണത്? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാക്കണം. ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാൻ എന്ന് പറയുന്നത് വിദൂര നാട്ടിൽ എവിടെയോ വസിക്കുന്ന ആളല്ല. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ബോധസ്വരൂപമായിരിക്കുന്നത്. അപ്പം അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അവയർനെസ് ക്രമേണ വിദ്വേഷവും മത്സരബുദ്ധിയും ഒക്കെ ഇല്ലാണ്ടാക്കും. ഈ വിദ്വേഷവും മത്സരബുദ്ധിയും ഒക്കെ ഇല്ലാണ്ടാകുന്നത് എന്തിനാ? വിദ്വേഷവും മത്സരബുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പെട്ടിയിൽപ്പെട്ടിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പരിമിതരായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ആസക്തി, വിദ്വേഷം, മത്സരബുദ്ധി, ഇവയൊക്കെ മത്സരബുദ്ധി എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഞാൻ എന്ന ബോധം അല്ലാണ്ട് വരുമ്പോഴാണ് മത്സരബുദ്ധി ഉണ്ടാവുന്നത്. അപ്പം രാഗദ്വേഷങ്ങളും അഹങ്കാരവും ഒക്കെ ഇല്ലാതെയാകണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് അവയർനെസ്സാണ്. ആ അവയർനെസ്സിൻ്റെ ധാരാളിത്തമാണ് ഈശ്വരാനുഗ്രഹം. അപ്പം അവയർനെസ് കൾട്ടിവേറ്റ് ചെയ്താൽ, അത് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള വാക്ക് കൃത്യമായ ഒരു വാക്കല്ല, കാരണം അത് ഓൾറെഡി ഉള്ളതാണ്. അപ്പം ആ ഉള്ള ബോധത്തെ തിരിച്ചറിയാൻ തുടങ്ങിയാൽ, ആ ബോധത്തിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങിയാൽ താനെ രാഗദ്വേഷങ്ങളും മത്സരബുദ്ധിയും ഒക്കെ ഇല്ലാണ്ടാവും. അതിനെ ഓരോന്നിനെയും ടാക്കിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും വെവ്വേറെയായിട്ട് നേരിടേണ്ടവയല്ല. അവബോധത്തിൻ്റെ ആധിക്യത്തിൽ അവയെല്ലാം താനെ ഇല്ലാണ്ടെയായിക്കൊള്ളും. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നോടുള്ള വിദ്വേഷവും മത്സരബുദ്ധിയും വെടിഞ്ഞവനും തൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. തന്നോടുള്ള വിദ്വേഷവും മത്സരബുദ്ധിയും വെടിഞ്ഞു, അതുകൊണ്ടാണല്ലോ കാലേ വീണ് തൊഴുന്നത്. പക്ഷെ അതിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്ന് എടുത്തു പറഞ്ഞത് ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമേ ഇതില്ലാണ്ടാവുകയുള്ളൂ. അവയർനെസ് കൊണ്ട് മാത്രമേ ഇത് ക്രമേണ ഇല്ലാണ്ടേയാവുകയുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നോടുള്ള വിദ്വേഷവും മത്സരബുദ്ധിയും വെടിഞ്ഞവനും തൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കിടക്കുന്നവനുമായ ബാലനെ സുരുചി പ്രേമപുരസരം പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. സുരുചിക്കും ആ പഴയ വിരോധമില്ല. നിന്റെ അച്ഛൻ്റെ മടിയിൽ നിനക്ക് കയറി ഇരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വയറ്റിൽ വീണ്ടും വന്ന് ജനിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകാൻ പോയി തപസ് ചെയ്യുക എന്നാണ് സുരുചി പറഞ്ഞത്.
ആ ഒരു മത്സര ബുദ്ധി, തൻ്റെ മകന് മാത്രം എല്ലാം വേണം എന്ന ആ ആഗ്രഹം ഈ അമ്മയുടെ മനസ്സിലും ഇല്ലാതെയായി. അപ്പോൾ ഒരാൾക്ക് ഈശ്വരാനുഗ്രഹമുണ്ടായാൽ അത് ആ ആളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരിലും മാറ്റങ്ങളുണ്ടാക്കും. ഒരാൾക്ക് മാറ്റമുണ്ടായാൽ ആ ആളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം മാറ്റമുണ്ടാകും. അതുകൊണ്ട് ലോകത്തിന് മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ മാറ്റമുണ്ടാക്കിയാൽ മതിയാകും. ലോകം മുഴുവൻ വെറുപ്പും വിദ്വേഷവും വെടിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷവും വെടിഞ്ഞാൽ, അത് താനെ വെടിയാൻ പറ്റില്ല, ഈശ്വരാനുഗ്രഹം കൊണ്ടേ അത് വെടിയാൻ സാധിക്കുകയുള്ളൂ. അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കാൻ പ്രയത്നിക്കണം. ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കാൻ പ്രയത്നിച്ചാൽ ഈ വെറുപ്പും വിദ്വേഷവും ഹിംസയും ഒക്കെ താനെ ഇല്ലാണ്ടാകും. അപ്പോൾ ലോകം നന്നാക്കണം എന്ന് ആഗ്രഹമുള്ളവർ ചെയ്യേണ്ടത് അവരവരെ നന്നാക്കുകയാണ്. ഇവിടെ സുരുചിക്ക് നല്ല ബുദ്ധി തോന്നണേ എന്നൊന്നും ധ്രുവൻ പ്രാർത്ഥിച്ചിട്ടില്ല. ധ്രുവൻ്റെ ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ സുരുചിയുടെ മനോഭാവം എന്തായിരിക്കണം എന്നൊന്നും ധ്രുവൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ധ്രുവനെ അനുഗ്രഹിച്ച കൂട്ടത്തിൽ, ധ്രുവനിൽ മാറ്റം വന്ന കൂട്ടത്തിൽ ധ്രുവനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരിലും മാറ്റമുണ്ടായി. അത് വളരെ ശരിയുമാണ്. അങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്. അല്ലാത്ത വിധത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ, പുറം ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സദാ അകത്തു മാറ്റമുണ്ടാകാതെ പുറത്തു മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ വരുത്തുന്ന കലാപക്കെടുതിയിലാണ് ഇന്ന് ലോകം ഉള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ഇവർ ഓരോരുത്തരും ഈ ലോകത്തിൻ്റെ കലാപത്തീയിലേക്ക് അവരവരുടേതായിട്ടുള്ള വിറകെറിയുന്നവരെല്ലാം ലോകം നന്നാകണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ അവർ ലോകത്തെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ ലോകം കലാപ രൂഷിതമാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നന്നാക്കേണ്ടത് പുറത്തുള്ളവരെയല്ല, നന്നാക്കേണ്ടത് അവനവൻ തന്നെയാണ്, അവരവർ തന്നെയാണ്. അവരവരിൽ മാറ്റമുണ്ടാകുമ്പോൾ അവരവരുമായിട്ട് ബന്ധമുള്ള എല്ലാവരിലും മാറ്റമുണ്ടാകും. അപ്പം നമ്മൾ കുറേ പേര് ആന്തരികമായിട്ട് ട്രാൻസ്ഫോംഡ് ആയാൽ ലോകത്തിൽ ചെറിയ 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 മാറ്റങ്ങൾ താനേ ഉണ്ടായിക്കൊള്ളും. അതാണ് ഈ ഭാഗത്ത് നമുക്ക് വ്യാസഭഗവാൻ പറയാതെ പറഞ്ഞു തരുന്ന കാര്യം. സുരുചിക്ക് മാറ്റം ഉണ്ടാവുകയാണ്, ഉത്തമന് മാറ്റം ഉണ്ടാവുകയാണ്, ഉത്താനപാദന് മാറ്റം ഉണ്ടാവുകയാണ്. ഇവർക്കൊക്കെ മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ട് ധ്രുവൻ പ്രാർത്ഥിച്ചതായിട്ട് പറയുന്നുമില്ല. പക്ഷെ ധ്രുവനിൽ മാറ്റമുണ്ടായപ്പോൾ ഇവരിലെല്ലാം മാറ്റമുണ്ടായി. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നോടുള്ള വിദ്വേഷവും മത്സരബുദ്ധിയും വെടിഞ്ഞവനും തൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കിടക്കുന്നവനുമായ ബാലനെ സുരുചി പ്രേമ പുരസരം പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. വിദ്വേഷത്തോടുകൂടി അച്ഛൻ്റെ മടിയിൽ കയറുവാൻ ഉദ്യമിച്ച ധ്രുവനെ മർമ്മഭേദകമായ വാക്കുകൾ പറഞ്ഞ് ഇറക്കി വിട്ടയാളാണ് ഈ സുരുചി. ഇപ്പൊ പറയുകയാണ്, പ്രേമ പുരസരം പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. മാറ്റമുണ്ടാവുകയാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ സ്വാഭാവികമായിട്ടും സംഭവിക്കണം. അപ്പോൾ മാത്രമേ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷന് മാറ്റങ്ങൾക്ക് മാത്രമേ ലോകത്ത് സമാധാനമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ബാഷ്പധാരയിൽ ഗദ്ഗദകണ്ഠയായ അവർ ദീർഘായുഷ്മാനായി ഭവിച്ചാലും എന്ന് ആശീർവദിച്ചു. അമ്മ ആശീർവദിക്കുകയാണ്. മനസ്സിൽ പറയുന്നത് സാധാരണഗതിയിൽ പുറത്തൊന്നും അകത്തൊന്നുമാണ്. ഇവിടെ അങ്ങനെയല്ല, അകത്തുള്ളത് തന്നെയാണ് പുറത്തുള്ളത്. നീ എന്തിനാടാ തിരിച്ചു വന്നത്? എൻ്റെ മോൻ്റെ കഷ്ടകാലത്തിനല്ലേടാ നീ തിരിച്ചു വന്നത് എന്നൊന്നുമല്ല ഈ അമ്മ ചിന്തിക്കുന്നത്. സന്തോഷാതിരേകത്താൽ ബാഷ്പധാരയിൽ ഗദ്ഗദകണ്ഠയായി അവൾ ദീർഘായുഷ്മാനായി ഭവിച്ചാലും എന്ന് ആശീർവദിക്കുകയാണ്. കുറേ കാലം ജീവിച്ചാലും എന്ന് ആശീർവദിക്കുകയാണ്. തൻ്റെ മകന് ഇവനൊരു ഭീഷണിയാവുകയില്ല എന്ന തിരിച്ചറിവ്, ആർക്കും ഒരു ഭീഷണിയാവുകയില്ല എന്നൊരു തിരിച്ചറിവോടുകൂടിയാണ് മനുഷ്യർ ജീവിക്കുന്നതെങ്കിൽ മാത്രമേ സമാധാനമുണ്ടാവുകയുള്ളൂ.
അപ്പോൾ ആ തിരിച്ചറിവ് ഈ സുരുചിക്ക് ലഭിച്ചു. അതെങ്ങനെ ലഭിച്ചത്? ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിച്ചപ്പോൾ. അപ്പം ആ മാറ്റം അവിടെ ആ രാജ്യത്ത് സമാധാനത്തെ ഉണ്ടാക്കി.